Hi everyone, I am Anupama and this is Medical Study with me. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇൻട്രസ്റ്റിംഗ് ചാപ്റ്ററാണ് നിയോപ്ലേസിയ. നിയോപ്ലേസിയയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നല്ല രണ്ട് ടോപ്പിക്കുണ്ട്. ട്യൂമർ സപ്രസർ ജീനും പാരാനിയോപ്ലാസ്റ്റിക് സിൻഡ്രോമാണ് നോക്കാൻ പോകുന്നത്. ഈ പാരാനിയോപ്ലാസ്റ്റിക് സിൻഡ്രോം ഷോർട്ട് ആൻസറായിട്ട് ഒത്തിരി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് പാരാനിയോപ്ലാസ്റ്റിക് സിൻഡ്രോം. കൂടാതെ ട്യൂമർ സപ്രസർ ജീൻ ഷോർട്ടസയുടെയൊക്കെ ഒരു സബ് പാർട്ടായിട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നിയോപ്ലേസിയയുടെ ഷോർട്ടസ വരുമ്പോൾ സബ് പാർട്ടായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ട്യൂമർ സപ്രസർ ജീൻ. ട്യൂമർ സപ്രസർ ജീനല്ല, ട്യൂമർ മാർക്കേഴ്സ്. ട്യൂമർ സപ്രസർ ജീനായിരുന്നു ഇതിന് മുമ്പുള്ള വീഡിയോ. ആൻഡ് ഈ വീഡിയോയിൽ ട്യൂമർ മാർക്കേഴ്സും കൂടാതെ നമ്മൾ പറയാൻ പോകുന്നത് പാരാനിയോപ്ലാസ്റ്റിക് സിൻഡ്രോത്തിനെ കുറിച്ചിട്ടാണ്. നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ബെല്ലൈക്കണും കൂടി അമർത്തുക. സോ നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോകാം. ട്യൂമർ മാർക്കർ. സോ വാട്ട് ഈസ് ട്യൂമർ മാർക്കർ? ട്യൂമർ എന്താണ്? അൺകൺട്രോൾഡ് ഗ്രോത്ത് ഓഫ് അൺകൺട്രോൾഡ് പ്രൊലിഫറേഷൻ ഓഫ് എ സെൽ. സോ മാർക്കർ എന്ന് പറയുമ്പോൾ എന്താ? ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സർട്ടൻ തിങ്സ് ആണ് മാർക്കേഴ്സ്. സോ വാട്ട് ആർ ദി മാർക്കേഴ്സ്? ദേ ആർ ദി പ്രൊഡക്റ്റ് ഓഫ് മാലിഗ്നൻറ്റ് ട്യൂമർ. മാർക്കേഴ്സ് എന്ന് പറയുമ്പോൾ സർട്ടൻ പ്രൊഡക്റ്റ് ഓഫ് മാലിഗ്നൻറ്റ് ട്യൂമർ ആണ്. ആൻഡ് ദേ ആർ ഡിറ്റക്റ്റഡ് ഇൻ ദി സെൽ ദംസെൽഫ് ത്രൂ ബയോപ്സി ഓർ ഇൻ ദി ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്. സോ വാട്ട് ആർ ട്യൂമർ മാർക്കേഴ്സ്? ട്യൂമർ മാർക്കേഴ്സ് എന്ന് പറയുമ്പോൾ ട്യൂമർ ഡിറ്റക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മാർക്കേഴ്സ്. ആൻഡ് ദീസ് മാർക്കേഴ്സ് എങ്ങനത്തെ ആയിരിക്കും? ഒന്നെങ്കിൽ ആ സെൽ ദംസെൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സിലൂടെ പോകുന്ന പ്രൊഡക്റ്റ് ഓഫ് മാലിഗ്നൻറ്റ് ട്യൂമേഴ്സ് ആവാം. ദെൻ ഹൗ ദീസ് ട്യൂമർ മാർക്കേഴ്സ് ആർ യൂസ്ഫുൾ ടു ഡിറ്റക്ട് ട്യൂമർ? ഫസ്റ്റ് ഓഫ് ഓൾ ഇത് യൂസ്ഫുൾ ആവുന്ന എങ്ങനെ? ട്യൂമർ മാർക്കേഴ്സ് ആണല്ലോ. സോ ദേ ആർ ഹെൽപ്ഫുൾ ഇൻ ഡിറ്റക്ടിങ് ട്യൂമേഴ്സ്, ദാറ്റ് ഈസ് ഡിറ്റക്ഷൻ ഓഫ് ക്യാൻസർ. എക്സാമ്പിളായിട്ട് PSA, ദാറ്റ് ഈസ് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ ആണ്. പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ ഇസ് ദി മോസ്റ്റ് കോമൺ and useful tumor marker used to screen prostatic adenocarcinoma. Then ഈ prostatic adenocarcinoma ഉള്ളവർക്ക് high level of PSA are found in blood of prostatic carcinoma patient, but it also may be elevated in benign prostatic hyperplasia. സോ ഈ PSA എന്നുള്ളൊരു മാർക്കറാണെങ്കിൽ കൂടിയും ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയയിൽ എന്ത് കൂടുതലായിരിക്കും? PSA ലെവൽ ഹൈ ആയിരിക്കും. നെക്സ്റ്റ് it is useful in determining the effectiveness of a therapy. ഇറേഡിയേഷൻ കീമോതെറാപ്പി ഒക്കെ എടുക്കുന്നവർക്ക് ഈ തെറാപ്പിയൊക്കെ ഇഫക്റ്റീവ് ആണോ, ക്യാൻസർ സെൽ ഗ്രോത്ത് ഒക്കെ കുറഞ്ഞോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ദേ ആർ യൂസ്ഫുൾ ഡിറ്റർമിനൻറ്റ്. ഏത്? ട്യൂമർ മാർക്കേഴ്സൊക്കെ. ദെൻ ഡിറ്റക്ഷൻ ഓഫ് റിക്കറൻസ് ഓഫ് ക്യാൻസേഴ്സ്, കാർസിനോമാസിനൊക്കെ ഇത് യൂസ്ഫുൾ ആണ്. ദെൻ ദർ ആർ ടൈപ്സ് ഓഫ് മാർക്കേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്യൂമർ മാർക്കേഴ്സ് വിച്ച് ആർ the tumor markers associated with hormones, oncofetal antigens, specific proteins, mucins and glycoproteins, enzymes, new molecular markers. So different hormonesനെ കുറിച്ച് പറയുന്നുണ്ട്. they also act as a tumor marker. Oncofetal antigens ആക്ട് ചെയ്യുന്നുണ്ട്, specific proteins ആക്ട് ചെയ്യുന്നുണ്ട്, then mucins and glycoproteins ആക്ട് ചെയ്യുന്നുണ്ട്, enzymes ആക്ട് ചെയ്യുന്നുണ്ട്, and molecular markersഉം ആക്ട് ചെയ്യുന്നുണ്ട്. സോ ട്യൂമർ മാർക്കേഴ്സും അസോസിയേറ്റഡ് ട്യൂമേഴ്സും രണ്ട് ടേബിളിലായിട്ടുണ്ട്. ട്യൂമർ മാർക്കേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഏതൊക്കെയാണ്? ഹോർമോൺസ്, ഓങ്കോഫീറ്റൽ ആൻറ്റിജൻസ്, മ്യൂസിൻസ് ആൻഡ് അതർ ഗ്ലൈക്കോപ്രോട്ടീൻസ്, ഐസോഎൻസൈംസ്, സ്പെസിഫിക് പ്രോട്ടീൻസ്, ന്യൂ മോളിക്കുലർ മാർക്കേഴ്സ്. ഇതിനകത്ത് ഹോർമോൺസിൽ തന്നെ ഹ്യൂമൻ കൊറിയോണിക് ഗൊണഡോട്രോപ്പിൻ. ഈ ഹ്യൂമൻ കൊറിയോണിക് ഗൊണഡോട്രോപ്പിൻ HCG എവിടെ കാണുന്നത്? പ്ലാസൻറ്റയിലാണല്ലേ. പ്ലാസൻറ്റയിൽ കാണുന്നതാണ് HCG. ദെൻ കാൽസിറ്റോണിൻ. വാട്ട് ഈസ് കാൽസിറ്റോണിൻ? വിറ്റാമിൻ D3 അതിൻ്റെ ഒരു കമ്പൗണ്ടാണ് കാൽസിറ്റോണിൻ. ദെൻ കാറ്റക്കോളമീൻസ് ഉണ്ട്, എക്ടോപിക് ഹോർമോൺസും ഇൻവോൾവ് ആയിട്ടുണ്ട്. ഈ ഓങ്കോഫീറ്റൽ ആൻറ്റിജൻസ് ആണെങ്കിൽ എന്തൊക്കെയാണ് വരുന്നത്? ആൽഫ ഫീറ്റോ പ്രോട്ടീൻസ് ഉണ്ട്, കാർസിനോ എംബ്രിയോണിക് ആൻറ്റിജൻസും ഉണ്ട്. ദെൻ മ്യൂസിൻസ് ആൻഡ് അതർ ഗ്ലൈക്കോ പ്രോട്ടീൻസ് പറയുമ്പം CA125, CA19-9, CA15-3 ഇതൊക്കെയാണ് ഗ്ലൈക്കോ പ്രോട്ടീൻസ് അല്ലേ. സോ CA125 കാർസിനോമയിൽ ആവുമ്പോൾ CA സ്റ്റാർട്ടിങ് ഉണ്ടാവും. സോ CA125, CA19-9 ആൻഡ് CA15-3. ദെൻ ഐസോ എൻസൈംസ് എന്ന് പറയുമ്പോൾ പ്രോസ്റ്റാറ്റിക് ആസിഡ് ഫോസ്ഫേറ്റേസ് ആണ്. പ്രോസ്റ്റാറ്റിക് ആസിഡ് ഫോസ്ഫേറ്റേസ് ആൻഡ് ന്യൂറോൺ സ്പെസിഫിക് ഇനോലേസ് ആയിരിക്കും. ന്യൂറോൺ സ്പെസിഫിക് ഇനോലേസ് ആൻഡ് പ്രോസ്റ്റാറ്റിക് ആസിഡ് ഫോസ്ഫേറ്റേസ്. ഇവിടെ ഐസോ എൻസൈംസ് എന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെ എൻഡിങ്ങിൽ എയ്സ് ഉണ്ടാവും. ദെൻ സ്പെസിഫിക് പ്രോട്ടീൻസ് ആർ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആൻഡ് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ. ദെൻ ന്യൂ മോളിക്കുലർ മാർക്കേഴ്സ് ആർ P53, ദാറ്റ് ഈസ് അപ്പോപ്റ്റോട്ടിക് പ്രോട്ടീൻ ആയിരുന്നു. അപ്പോപ്റ്റോട്ടിക് ട്യൂമർ സപ്രസറിൻ്റെ പ്രോട്ടീനാണിത്. TP53യുടെ P53, APC, RAS mutant in the stool and serum. ഇത് കൂടാതെ P53 and RAS mutant in sputum and serum. നമ്മൾ RAS എവിടെയോ പഠിച്ചായിരുന്നു. എവിടെയോ കണ്ടായിരുന്നു. എവിടെയാണ്? ഓങ്കോജീൻസിൽ. ഫസ്റ്റ് വൺ ഹോർമോണിനകത്ത് ഹ്യൂമൻ കൊറിയോണിക് ഗൊണഡോട്രോപ്പിൻ. ഹ്യൂമൻ കൊറിയോണിക് ഗൊണഡോട്രോപ്പിൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ട്രോഫോപ്ലാസ്റ്റിക് ട്യൂമേഴ്സ്, നോൺ സെമിനോമാറ്റസ്
ട്യൂമേഴ്സ് ഓഫ് ദി ടെസ്റ്റിസ്. ട്രോഫോബ്ലാസ്റ്റിക് ട്യൂമറിനോടും നോൺ സെമിനോമാറ്റസ് ട്യൂമർ ഓഫ് ദി ടെസ്റ്റിസിലുമാണ് എഫക്ട് ചെയ്യുന്നത്, അസോസിയേറ്റഡ് ട്യൂമറായിട്ട് വരുന്നത്. കാൽസിറ്റോണിൻ്റെ അസോസിയേറ്റഡ് ട്യൂമർ, കാൽസിറ്റോണിൻ റീസ് ചെയ്യുന്നത് എപ്പോഴാണ്? മെഡുലറി കാർസിനോമ ഓഫ് തൈറോയ്ഡ് ഉള്ളപ്പോഴാണ്. തൈറോയ്ഡാണല്ലോ കാൽസിറ്റോണിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ മെഡുലറി കാർസിനോമ ഓഫ് തൈറോയ്ഡ് ഉള്ളപ്പോഴാണ് കാൽസിറ്റോണിൻ്റെ ലെവൽ കൂടുന്നത്, ട്യൂമർ മാർക്കറായിട്ട് യൂസ് ചെയ്യുന്നത്. ഫിയോക്രോമോസൈറ്റോമയ്ക്കാണ് കാറ്റക്കോളമീൻസ് യൂസ് ചെയ്യുന്നത്. കാറ്റക്കോളമീൻ ഫിയോക്രോമോസൈറ്റോമ അസോസിയേറ്റഡ് ആണ് ട്യൂമർ. എക്ടോപിക് ഹോർമോണിൻ്റെ അസോസിയേറ്റഡ് ട്യൂമറാണ് പാരാനിയോപ്ലാസ്റ്റിക് സിൻഡ്രം. നമ്മളിപ്പോൾ പറയാൻ പോകും നെക്സ്റ്റ് ടോപ്പിക്ക് പാരാനിയോപ്ലാസ്റ്റിക് സിൻഡ്രം. അതിൽ പറയും ദെൻ ഓങ്കോഫീറ്റൽ ആൻറ്റിജൻസ്. ദ ഫസ്റ്റ് വൺ ഇസ് ആൽഫ ഫീറ്റൽ പ്രോട്ടീൻ. ആൽഫ ഫീറ്റൽ പ്രോട്ടീൻ്റെ അസോസിയേറ്റഡ് ട്യൂമേഴ്സ് ക്യാൻസർ ഓഫ് ലിവർ, നോൺ സെമിനോമാറ്റസ് ജീൻ germ cell tumor of the testis, cancer of the liver and non-seminomatous germ cell tumor of the testis are the tumor markers. Alpha fetoprotein tumor marker and associated tumors. Then next is carcinoembryonic antigen. Carcinoembryonic antigen associated tumor ഏതൊക്കെയാ? Carcinoma of the colon, pancreas, lung and stomach. Then mucin and other glycoprotein നേരത്തെ പറഞ്ഞായിരുന്നു. കാർസിനോമയുടെ എല്ലാം CA സ്റ്റാർട്ടിങ്. സോ CA125 എന്ന് പറയുമ്പോൾ ഒവേറിയൻ ക്യാൻസറിൻ്റെയാണ്. CA19 to 9 എന്ന് പറയുമ്പോൾ കോളൻ ക്യാൻസർ ആൻഡ് പാൻക്രിയാറ്റിക് ക്യാൻസർ. CA15 to 3 എന്ന് പറയുമ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ. ദെൻ ഐസോ എൻസൈംസ് ആയിട്ട് പ്രോസ്റ്റേറ്റിക് ആസിഡ് ഫോസ്ഫേറ്റേസ് ആണ്. പ്രോസ്റ്റേറ്റിക് ആസിഡ് ഫോസ്ഫേറ്റേസ് ആർ അസോസിയേറ്റഡ് വിത്ത് പ്രോസ്റ്റേറ്റ് കാർസിനോമ. ആൻഡ് ന്യൂറോൺ സ്പെസിഫിക് ഇനോലിസ് ആർ അസോസിയേറ്റഡ് വിത്ത് ന്യൂറോബ്ലാസ്റ്റോമ. ന്യൂറോൺ അല്ലേ, സോ ന്യൂറോബ്ലാസ്റ്റോമ ആൻഡ് സ്മോൾ സെൽ carcinoma of the lung, small cell carcinoma of the lung and neuroblastoma. Specific proteins ആയിട്ട് immunoglobulins ഉണ്ട്. immunoglobulins എപ്പോഴാണ് റേസ് ചെയ്യുന്നത്? മൾട്ടിപ്പിൾ മൈലോമയ്ക്ക് റേസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതർ ഗാമോപ്പതി. മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയുമ്പോൾ എന്താ? എം ബാൻഡ് റേസ് ചെയ്യും. എം ബാൻഡ് എന്ന് പറയുമ്പോൾ എന്താ? ഗാമ ബാൻഡ് റേസ് ചെയ്യുന്നത് തന്നെയാണല്ലോ. സോ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഇവിടെ റേസ് ചെയ്യുന്നുണ്ട്. വേറെ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ എന്ന് പറയുമ്പോൾ പ്രോസ്റ്റേറ്റ് കാർസിനോമയിലായിരിക്കും അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. ന്യൂ മോളിക്കുലർ മാർക്കേഴ്സ് ആയിട്ട് P53 APC RAS മ്യൂട്ടൻ്റ് ഇൻ ദ സ്റ്റൂൾ ആൻഡ് സെറം എന്ന് പറയുന്നത് അസോസിയേറ്റഡ് വിത്ത് കാർസിനോമ കോളൻ. ദെൻ P53 ആൻഡ് RAS മ്യൂട്ടൻ്റ് ഇൻ ദ സ്പ്യൂട്ടം ആൻഡ് സെറം ആർ അസോസിയേറ്റഡ് വിത്ത് ലങ് ക്യാൻസർ. Paraneoplastic syndrome. What is paraneoplastic syndrome? Paraneoplastic syndrome എന്ന് പറയുമ്പോൾ these are the symptom complexes in a cancer patient which are not directly related to the mass effect or invasion or metastasis or by the secretion of hormone indigenous to the tissue or origin. So what is paraneoplastic syndrome എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ആണല്ലോ. അപ്പോൾ സിംറ്റംസ് ഒക്കെ കോംപ്ലെക്സ് സിംറ്റം ആയിരിക്കും. ഒക്കർ ചെയ്യുന്നത് ആർക്കാണ്? ഒക്കറിങ് ഇൻ ദി ക്യാൻസർ പേഷ്യൻറ്റിൽ ഒക്കർ ചെയ്യുന്ന കോംപ്ലെക്സ് സിംറ്റം, ദാറ്റ് ഇസ് സിൻഡ്രോം. ആൻഡ് ദേ ആർ നോട്ട് ഡയറക്ട്ലി റിലേറ്റഡ്. അതുകൊണ്ടാണ് ഇവരെ പാരാനിയോപ്ലാസ്റ്റിക്. പാര എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ദേ ആർ നോട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദി മാസ് ഇഫക്റ്റ് ഓഫ് ഈ നിയോപ്ലാസ്റ്റിക്. നിയോപ്ലാസ്റ്റിക് സിൻഡ്രോം തന്നെ. നിയോപ്ലാസം എന്ന് പറയുമ്പോൾ ഇൻവേഷൻ മെറ്റാസ്റ്റസിസിനോടൊന്നും നോട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ഓർ ബൈ സെക്രീഷൻ ഓഫ് ദി ഹോർമോൺ ഇൻഡിജിനസ് ടു ദി ടിഷ്യൂ ഓഫ് ഒറിജിൻ്റെ സെയിം ഹോർമോണിൻ്റെ ലെവൽ റേസ് ഒന്നും ചെയ്യുന്നില്ല. ദാറ്റ് ഇസ് പാരാനിയോപ്ലാസ്റ്റിക് സിൻഡ്രോം. പേരിൽ നിന്ന് തന്നെ ഡെഫിനേഷൻ എഴുതാലോ. സോ പാരാനിയോപ്ലാസ്റ്റിക് സിൻഡ്രോം എന്ന് പറയുമ്പോഴത്തേക്കും ദീസ് ആർ ദി symptom complexes in the cancer patient which are not directly related to the mass effect of invasion, metastasis or secretion of the hormone indigenous to the tissue of origin. That is symptom എന്ന് പറയുമ്പോൾ symptom complexes in a cancer patient. പാര എന്ന് പറയും not directly related to നിയോപ്ലാസം നോട്ട് ഡയറക്ട്ലി റിലേറ്റഡ്. സോ നിയോപ്ലാസം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഇൻവേഷൻ ആവാം, മെറ്റാസ്റ്റാസിസ് ആവാം, ഓർ ബൈ സെക്രീഷൻ ഓഫ് ഹോർമോൺസ് ആവാം. ഓക്കെ, നൗ പാരാനിയോപ്ലാസ്റ്റിക് സിൻഡ്രോംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എൻഡോക്രൈനോപ്പതിയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എൻഡോക്രൈനോപ്പതിക്കകത്ത് തന്നെ ക്ലിനിക്കൽ സിൻഡ്രോം എന്ന് പറയുമ്പോൾ കുഷിംഗ് സിൻഡ്രോം ഉണ്ട്. കുഷിംഗ് സിൻഡ്രോം എന്തുകൊണ്ടാണ് വരുന്നത്? കോസ് മെക്കാനിസം വരുന്നത് ACTH ഓർ ACTH ലൈക്ക് സബ്സ്റ്റൻസ്, ഈ കോർട്ടിസോളിൻ്റെ ഒക്കെ റിലേറ്റഡ് ആണ് കുഷിംഗ് സിൻഡ്രോം. സോ ACTH അഡ്രിനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ ACTH ഓർ ACTH ലൈക്ക് സബ്സ്റ്റൻസുമായിട്ട് മെക്കാനിസം ഓഫ് കോസ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ എക്സാമ്പിൾ വരുന്ന ദേ ആർ അസോസിയേറ്റഡ് വിത്ത് വിച്ച് ടൈപ്പ് ഓഫ് ക്യാൻസർ? സ്മോൾ സെൽ കാർസിനോമ ഓഫ് ദി ലങ്. ഈ പാരാനിയോപ്ലാസ്റ്റിക് സിൻഡ്രത്തിനകത്ത് എക്സാമ്പിളായിട്ട് അസോസിയേറ്റഡ് ക്യാൻസർ പറയുന്നത് ഒട്ടുമിക്കതും ബ്രോങ്കോജനിക് കാർസിനോമയും അതുകൂടാതെ സ്മോൾ സെൽ കാർസിനോമ ഓഫ് ദി ലങ്ങുമാണ്. സോ ലങ്ങുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് മെയിൻലി അസോസിയേറ്റഡ് ക്യാൻസറായിട്ട് പറയുന്നത്. ചിലത് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. എങ്ങനെയാണ് ഡിഫറൻസ് ഉള്ളത് ഓർത്തോക്കാനുള്ള ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ കുഷിംഗ് സിൻഡ്രോം ആണ് പറഞ്ഞത്. കുഷിംഗ് സിൻഡ്രോം എന്ന് പറയുമ്പോൾ ACTH ആണ് അതിൻ്റെ കോസ് വരുന്നത്. ACTH ലൈക്ക് സബ്സ്റ്റൻസ്. എക്സാമ്പിൾ സ്മോൾ സെൽ കാർസിനോമ ഓഫ് ദി ലങ്. സിൻഡ്രോം ഡ്യൂ ടു ഇൻഅപ്രോപ്രിയേറ്റ് ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ ADHൻ്റെ ഇൻഅപ്രോപ്രിയേറ്റ്. സോ
കോസൽ മെക്കാനിസം എന്തായിരിക്കും? ADH അബ്നോർമാലിറ്റി, ADH അല്ലെങ്കിൽ ഏട്രിയൽ നാട്രിയൂരേറ്റിക് പെപ്റ്റൈഡ്സിൻ്റെ ചേഞ്ച് കൊണ്ട്, ഹോർമോൺസിൻ്റെ ചേഞ്ച് കൊണ്ടും ആവാം. എക്സാമ്പിൾ സ്മോൾ സെൽ കാർസിനോമ. എക്സാമ്പിൾ ഫോർ അസോസിയേറ്റഡ് ക്യാൻസർ സ്മോൾ സെൽ കാർസിനോമ ഓഫ് ദി ലങ്. ദെൻ ഹൈപ്പർ കിലീമിയ എന്ന് പറയുമ്പോൾ കാൽഷ്യം ലെവൽ കൂടുന്നതാണല്ലോ. കാൽഷ്യം ലെവൽ കൂടുകയാണെങ്കിൽ അതിൻ്റെ കോസൽ മെക്കാനിസം എന്തായിരിക്കും? പാരാതൈറോയ്ഡ് ഹോർമോൺ റിലേറ്റഡ് പ്രോട്ടീൻസ്, TGF ആൽഫ വരാം, TNF ഇന്റർലൂക്കിൻ 1 വരാം. ഇതിൻ്റെയും എക്സാമ്പിൾ സ്ക്വാമസ് സെൽ കാർസിനോമ ഓഫ് ദി ലങ്ങും പിന്നെ റീനൽ കാർസിനോമ ഉണ്ട്. കാർസിനോയിഡ് സിൻഡ്രം എന്ന് പറയുമ്പോഴത്തേക്ക് മെയിൻലി കോസ് വരുന്നത് സെറോട്ടോണിൻ ഓർ ബ്രാഡിക്കൈനിനാണ്. സെറോട്ടോണിൻ ഓർ ബ്രാഡിക്കൈനിൻ. സോ ഇതിൻ്റെ എക്സാമ്പിളായിട്ട് ബ്രോങ്കിയൽ കാർസിനോയിഡ്സ് ഉണ്ട്. ഇതെല്ലാം ലങ് റിലേറ്റഡ് അല്ലേ? ബ്രോങ്കിയൽ കാർസിനോയിഡാണ് വരുന്നത്. കാർസിനോയിഡ് സിൻഡ്രം എന്ന് പറയുമ്പോൾ കാർസിനോയിഡ് വിച്ച് കാർസിനോയിഡ് എല്ലാം ലങ് റിലേറ്റഡ് ആണ്. ബ്രോങ്കിയൽ കാർസിനോയിഡ് എന്ന് എഴുതാം. ലങ് എന്നല്ല, റെസ്പിറേറ്ററി ട്രാക്ട് റിലേറ്റഡ് എന്ന് പറയാം അല്ലേ. നെക്സ്റ്റ് ഈസ് ഹൈപ്പോഗ്ലൈസീമിയ. ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുമ്പോൾ കോസ് വരുന്നത് ഇൻസുലിൻ ഓർ ഇൻസുലിൻ ലൈക്ക് സബ്സ്റ്റൻസ് ആയിരിക്കും. ഇതിൻ്റെ അസോസിയേറ്റഡ് ഫീച്ചർ ഇപ്പോൾ ഫൈബ്രോ സാർക്കോമ. പോളിസെത്തീമിയ എന്ന് പറയുമ്പോൾ എന്ത്? എറിത്രോപോയിറ്റിൻ്റെ കോസ് ആയിരിക്കും. പോളിസെത്തീമിയ എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡ് RBCയുടെ ലെവൽ കൂടുന്നു. അപ്പം എറിത്രോപോയിറ്റിൻ ഉള്ളതുകൊണ്ടാണല്ലോ കൂടുന്നത്. കോസ് എന്തായിരിക്കും? എറിത്രോപോയിറ്റിൻ ആയിരിക്കും. ആൻഡ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് റീനൽ കാർസിനോമ. വൈ? ബിക്കോസ് കിഡ്നി ആണല്ലോ എറിത്രോപോയിറ്റിൻ സെക്രീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. സോ റീനൽ കാർസിനോമ ആൻഡ് ഹെപ്പാറ്റോ സെല്ലുലാർ കാർസിനോമ. നെക്സ്റ്റ് ഈസ് ന്യൂറോളജിക്കൽ ഓർ ന്യൂറോമയോപ്പതിക് സിൻഡ്രം. ന്യൂറോളജിക്കൽ ഓർ ന്യൂറോമയോപ്പതിക് സിൻഡ്രം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ട് NMJ, ദാറ്റ് ഈസ് മയസ്തേനിയ ഗ്രവിസ് ഒക്കെ അല്ലേ. മയസ്തേനിയ എന്ന് വരുന്നത്, മയസ്തേനിയ ഈസ് എൻ ഇമ്മ്യൂണോളജിക്കൽ കോസ് കൊണ്ട് വരുന്നതാണ്. ദേ ആർ അസോസിയേറ്റഡ് വിത്ത് ബ്രോങ്കോജനിക് കാർസിനോമ. ദെൻ ക്യൂട്ടേനിയസ് സിൻഡ്രം എന്ന് പറയുമ്പോഴത്തേക്കും അക്കാന്തോസിസ് നിഗ്രിക്കൻസ് ആണ്. ദെൻ കോസ് വരുന്നത് ഇമ്മ്യൂണോളജിക്കൽ സെക്രീഷൻസ് ഓഫ് എപ്പിഡെർമൽ ഗ്രോത്ത് ഫാക്ടർ. ഇമ്മ്യൂണോളജിക്കൽ ഓർത്തിച്ചാലും മതി, ഇമ്മ്യൂണോളജിക്കലാണ്. ദേ ആർ ഓൾസോ അസോസിയേറ്റഡ് വിത്ത് കാർസിനോമ ഓഫ് ലങ്, സ്റ്റൊമക്, യൂട്രസ്. ഓക്കെ, അക്കാന്തോസ് നിഗ്രിക്കൻസ്. നെക്സ്റ്റ് ഇസ് ഡെർമാറ്റോമയോസൈറ്റിസ്. സോ ഡെർമാറ്റോമയോസൈറ്റിസ് എന്ന് പറയുമ്പോൾ ദേ ആർ ഓൾസോ ഇമ്മ്യൂണോളജിക്കൽ കോസാണ് വരുന്നത്. ആൻഡ് എക്സാമ്പിളായിട്ട് ബ്രോങ്കോജനിക് ആൻഡ് ബ്രസ്റ്റ് കാർസിനോമയാണ്. ബ്രോങ്കോജനിക് ആൻഡ് ബ്രസ്റ്റ് കാർസിനോമയാണ് എക്സാമ്പിൾ. അസോസിയേറ്റഡ് ക്യാൻസറിൻ്റെ എക്സാമ്പിൾ. എക്സ്ഫോളിയേറ്റീവ് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ ദേ ആർ കോസും ഇമ്മ്യൂണോളജിക്കലാണ്. ആൻഡ് എക്സാമ്പിൾ ഫോർ അസോസിയേറ്റഡ് ക്യാൻസർ ഇസ് ലിംഫോമ. ചേഞ്ചസ് ഇൻ ഓഷ്യസ് ആർട്ടിക്കുലർ ആൻഡ് സോഫ്റ്റ് ടിഷ്യൂ. ഓഷ്യസ് ആർട്ടിക്കുലർ ആൻഡ് സോഫ്റ്റ് ടിഷ്യൂവിനകത്ത് ഹൈപ്പർട്രോഫിക് ഓസ്റ്റിയോ ആർത്രോപ്പതി ആൻഡ് ക്ലബിംഗ് ഓഫ് ദി ഫിംഗേഴ്സ് എന്നുള്ളത് കോസ് വരുന്നത് ഇറ്റ്സ് നോട്ട് നോൺ ആണ്. ഹൈപ്പർട്രോഫിക് ഓസ്റ്റിയോ ആർത്രോപ്പതിക്കും ക്ലബിംഗ് ഓഫ് ഫിംഗറിൻ്റെയും. ആൻഡ് ഇതിൻ്റെ എക്സാമ്പിളായിട്ട് ബ്രോങ്കോജനിക് കാർസിനോമയാണ് പറയുന്നത്. ഇത് ഒട്ടുമിക്ക ഈ പാരാനിയോപ്ലാസ്റ്റിക് സിൻഡ്രത്തിൻ്റെയും അസോസിയേറ്റഡ് കാർസിനോമയുടെ എക്സാമ്പിൾ ബ്രോങ്കിയോജനിക് കാർസിനോമ തന്നെയാണ്. ദെൻ വാസ്കുലർ ആൻഡ് ഹെമറ്റോളജിക്കൽ സിൻഡ്രം. വാസ്കുലർ ആൻഡ് ഹെമറ്റോളജിക് സിൻഡ്രം എന്ന് പറയുമ്പോഴത്തേക്കും വീനസ് ത്രോംബോസിസ് ആയിരിക്കും. ദാറ്റ് ഇസ് ട്രോയ്സസ് സിൻഡ്രം. വീനസ് ത്രോംബോസിസും ഡിസമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കൊയാഗുലേഷനും. വീനസ് ത്രോംബോസിസ് എന്ന് പറയുമ്പോൾ എന്താ? ട്യൂമർ പ്രൊഡക്ട്സ് ലൈക്ക് മ്യൂസിൻസ് വിച്ച് ആക്ടിവേറ്റ് ക്ലോട്ടിങ്. ട്യൂമർ പ്രൊഡക്ട്സ് ലൈക്ക് മ്യൂസിൻസ് എന്ത് ചെയ്യും? ദേ ആക്ടിവേറ്റ് ക്ലോട്ടിങ്. നമ്മൾ മ്യൂസിൻസ് ആൻഡ് ഗ്ലൈക്കോപ്രോട്ടീൻസിൻ്റെ ഏതൊക്കെയാണ് പറഞ്ഞത്? CA-125, CA-19-9 ആൻഡ് CA-15-3 ഇതൊക്കെയല്ലേ പറഞ്ഞത്? ദീസ് ആർ ദി മ്യൂസിൻസ്. സോ മ്യൂസിൻസ് വിച്ച് എന്ത് ചെയ്യും? ആക്ടിവേറ്റ് ക്ലോട്ടിങ്. ആക്ടിവേറ്റ് ക്ലോട്ടിങ് നടന്നിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? ബ്രോങ്കോജനിക് കാർസിനോമ വരാം, കൂടാതെ പാൻക്രിയാറ്റിക് കാർസിനോമയും വരാം. നെക്സ്റ്റ് ഈസ് ഡിസമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കൊയാഗുലേഷൻ. അവിടെ കൊയാഗുലേഷൻ അല്ലേ. സോ ഇവിടെ പ്രോകൊയാഗുലൻ സബ്സ്റ്റൻസ് ആണ് എന്ത് കോസായിട്ട് വരുന്നത്? സൈറ്റോപ്ലാസ്മിക് ഗ്രന്യൂൾസ് ആവാം, അല്ലെങ്കിൽ മ്യൂക്കസ് ആവാം. മ്യൂക്കസ് ആണെങ്കിൽ അഡിനോ കാർസിനോമ ഉണ്ടാക്കും. ആൻഡ് സൈറ്റോപ്ലാസ്മിക് ഗ്രന്യൂൾസ് ആണെങ്കിലോ എന്തുണ്ടാകും? അക്യൂട്ട് മൈലോസൈറ്റിക് ലുക്കീമിയ സെൽസ്. ആൻഡ് എക്സാമ്പിളായിട്ട് പറയുന്നത് അക്യൂട്ട് എക്സാമ്പിൾ ഫോർ അസോസിയേറ്റഡ് ക്യാൻസേഴ്സ് ആർ acute promyelocytic leukemia and prostatic adenocarcinoma. Next is non-bacterial thrombotic endocarditis. ഈ ബാക്ടീരിയൽ ത്രോംബോട്ടിക് എൻഡോകാർഡിറ്റിസ് എങ്ങനെയാണ് വരുന്നത്? ഈ പെരിഡോണ്ടൽ ടൂത്ത് എക്സ്ട്രാക്ഷൻ എൻഡോസ്കോപ്പി ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ ബാക്ടീരിയയുടെ സ്പ്രെഡ് വരും. എങ്ങോട്ട്? എൻഡോകാർഡിയത്തിലേക്ക്, റിസൾട്ടിങ് ഇൻ എൻഡോകാർഡൈറ്റിസ്. അത് ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ്. ഇത് പറയുന്നത് നോൺ ബാക്ടീരിയൽ അല്ലല്ലോ. സോ നോൺ ബാക്ടീരിയൽ ത്രോംബോട്ടിക് എൻഡോകാർഡിറ്റിസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഡ്യൂ ടു ഹൈപ്പർ കൊയാഗുലോപ്പതി കൊണ്ടാണ്. കാരണം ത്രോംബസ് ഫോർമേഷൻ അല്ലേ, ബാക്ടീരിയയുടെ ഇൻവോൾവ്മെൻറ്റ് ഇല്ലാതെ ത്രോംബസ് വന്നിട്ടുണ്ടെങ്കിൽ കൊയാഗുലേഷൻ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഹൈപ്പർ കൊയാഗുലോപ്പതി. ആൻഡ് അസോസിയേറ്റഡ് ക്യാൻസർ ഏതൊക്കെയാണ് വരുന്നത്? അഡ്വാൻസ്ഡ് മ്യൂക്കോസെക്രേറ്റിംഗ് അഡിനോകാർസിനോമാസ് ആണ്. ദെൻ റീനൽ സിൻഡ്രം എന്ന് പറയുമ്പോൾ നെഫ്രോട്ടിക് സിൻഡ്രം എന്ന് പറയുമ്പോൾ എന്താ? കുറേ പ്രോട്ടീൻസ്, നമ്മുടെ പ്ലാസ്മ പ്രോട്ടീൻസ് ലൂസ് ചെയ്യാണ് ബോഡിയിൽ. ദാറ്റ് ഇസ് നെഫ്രോട്ടിക് സിൻഡ്രം.
ആൻഡ് ഇതിൻ്റെ കോസ് എന്തായിരിക്കും? ട്യൂമർ ആൻറ്റിജൻ ഇമ്മ്യൂൺ കോംപ്ലക്സസ് ആണ്. ട്യൂമർ ആൻറ്റിജൻ ഇമ്മ്യൂൺ കോംപ്ലക്സസ് ആർ കോസർ മെക്കാനിസം. എക്സാമ്പിൾസ് ഫോർ അസോസിയേറ്റഡ് ക്യാൻസേഴ്സ് ആർ വേരിയസ് ക്യാൻസേഴ്സ്. അമൈലോഡോസിസ് എന്ന് പറയുമ്പോൾ പ്രൈമറി അമൈലോഡോസിസും ഉണ്ട്, സെക്കൻഡറി അമൈലോഡോസിസും ഉണ്ട്. പ്രൈമറി അമൈലോഡോസിസ് എന്ന് പറയുമ്പോൾ ഇമ്മ്യൂണോളജിക്കലാണ്, വിച്ച് ഇസ് AL പ്രോട്ടീൻ പ്രസൻ്റ് ആയിരിക്കും. ആൻഡ് ഇതിൻ്റെ എക്സാമ്പിളായിട്ട് മൾട്ടിപ്പിൾ മൈലോമയാണ് പറയുന്നത്. വേറെ സെക്കൻഡറി അമൈലോയിഡോസിസ് എന്ന് പറയുമ്പോൾ AA പ്രോട്ടീനാണ്. AA പ്രോട്ടീൻ്റെ എക്സാമ്പിൾ ഫോർ അസോസിയേറ്റഡ് ക്യാൻസറായിട്ട് റീനൽ സെൽ കാർസിനോമ ആൻഡ് അതർ സോളിഡ് ട്യൂമേഴ്സാണ് പറയുന്നത്. സോ ഇതൊരു മെജോറിറ്റിയും ലങ് റിലേറ്റഡ് കാർസിനോമ ആൻഡ് ബ്രോങ്കോജനിക് കാർസിനോമയാണ്. ഇപ്പോൾ സിംറ്റം പാരാനിയോപ്ലാസ്റ്റിക് സിൻഡ്രംത്തിൽ പറഞ്ഞ് ഏതൊക്കെ ഓർഗനായിട്ട് പറഞ്ഞത് റീനൽ സിൻഡ്രോമാണ് ഒരു ഓർഗനെ എടുത്ത് പറഞ്ഞത്. ഇതുകൂടാതെ എൻഡോക്രൈനോപതീസ് ഉണ്ട്, ന്യൂറോളജിക് സിൻഡ്രോംസ് ഉണ്ട്, ക്യൂട്ടേനിയസ് സിൻഡ്രോംസ് ഉണ്ട്, ചേഞ്ചസ് ഇൻ ദി ഓസ്റ്റിയോ ആർട്ടിക്കുലർ ഓർ സോഫ്റ്റ് ടിഷ്യൂ, വാസ്കുലർ ആൻഡ് ഹെമറ്റോളജിക്കൽ സിൻഡ്രോം ഉണ്ട്, റീനൽ സിൻഡ്രോം ആൻഡ് അമൈലോഡോസിസ്. സോ ഇതൊക്കെ എങ്ങനെ ഓർത്ത് വെക്കും ഓരോ ഹെഡിങ്സും? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സ്കിൻ, സോ ക്യൂട്ടേനിയസ് സിൻഡ്രോം, സ്കിന്നിനകത്ത് നെർവും ബ്ലഡ് എന്ന് ഓർക്കുക. സോ നെർവ് എന്ന് പറയുമ്പോൾ ന്യൂറോളജിക് സിൻഡ്രോംസ് ഓർക്കുക, ആൻഡ് ബ്ലഡ് എന്ന് പറയുമ്പോൾ വാസ്കുലർ ആൻഡ് ഹെമറ്റോളജിക്കൽ സിൻഡ്രോംസ് ഉണ്ട് അങ്ങനെ ഓർക്കാം. ദെൻ ഇതിൻ്റെ അടിയിൽ എന്താ ഉള്ളത്? ബോൺ അല്ലേ. സോ ചേഞ്ചസ് ഇൻ ദി ഓസ്റ്റിയസ് ആർട്ടിക്കുലർ ആൻഡ് സോഫ്റ്റ് ടിഷ്യൂസ്. ബോണും സോഫ്റ്റ് ടിഷ്യൂസും അല്ലേ ഉള്ളത്. സോ ഓഷിയസ് ആർട്ടിക്കുലർ ആൻഡ് സോഫ്റ്റ് ടിഷ്യൂ എന്ന് ഓർക്കുക. പിന്നെ അതുകൂടാതെ കുറേ ഡിപ്പോസിറ്റ്സ് ഒക്കെ കയ്യിൽ നിന്നല്ല ഡിപ്പോസിറ്റ്സ് ഒക്കെ വരുള്ളൂ. സോ ഡിപ്പോസിറ്റ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ അമൈലോഡോസിസ് എന്ന് ഓർക്കുക. ആൻഡ് ലാസ്റ്റ്ലി ഗ്ലാൻസ് ഒക്കെ പാരാനിയോപ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ തന്നെ ഉറപ്പായിട്ടും ഈ ഡെഫിനേഷനിൽ തന്നെ പറഞ്ഞു സെക്രീഷൻ ഓഫ് ഹോർമോൺസ് എന്നുള്ളത് എടുത്ത് പറഞ്ഞു. സോ എൻഡോക്രൈൻസും ഓർക്കുക, ദാറ്റ് ഇസ് എൻഡോക്രൈനോപതി. അപ്പോൾ ഈ എളുപ്പത്തിൽ ഓർക്കാമല്ലോ. എനിക്ക് ഈ ഹെഡിങ്സ് ഒക്കെ ഓർക്കാമല്ലോ. ഹെഡിങ്സ് ഓർത്ത് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ഓരോ ഹോർമോൺസിൻ്റെ ബേസിൽ ഓർക്കും. എൻഡോക്രൈനോപതി എന്ന് പറയുമ്പോൾ ഹോർമോൺസ് ബേസ്ഡ് അല്ലേ. ഫസ്റ്റ് ACTH ഹെഡിൽ ACTH, സോ കുഷിംഗ് സിൻഡ്രോം. നെക്സ്റ്റ് ഈസ് ADH പറയുന്നത് സിൻഡ്രോം ഡ്യൂ ടു ഇൻഅപ്രോപ്രിയേറ്റ് ADH സെക്രീഷൻ. ദെൻ പാരാതൈറോയിഡിൻ്റെ ഒരു റെഗുലേഷൻ കറക്റ്റ് അല്ലെങ്കിൽ എന്ത് പറ്റും? ഹൈപ്പർകിലീമിയ ആയിരിക്കും സിംറ്റമായിട്ട് വരുന്നത്, സിൻഡ്രോമായിട്ട് വരുന്നത്. പിന്നെ സെറോട്ടോണിൻ ആൻഡ് ബ്രാഡിക്കൈനിൻ കോസായിട്ട് വരുന്നത് ഇതിൻ്റെയാണ്? കാസിനോയിഡ് സിൻഡ്രോത്തിൻ്റെയാണ്. ദെൻ ഇൻസുലിൻ വരുമ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ, ആൻഡ് എറിത്രോപോയിറ്റിൻ വരുമ്പോൾ പോളിസൈത്തീമിയ. ദീസ് ആർ ദി തിങ്സ്. പോളിസൈത്തീമിയ, ഹൈപ്പോഗ്ലൈസീമിയ, കാസിനോയിഡ് സിൻഡ്രോം, ഹൈപ്പർ കലീമിയ, ദെൻ ADHൻ്റെ ആൻഡ് കുഷിംഗ് സിൻഡ്രോം. ന്യൂറോളജിക്കൽ എന്ന് പറയുമ്പോൾ എന്താ? NMJ, മറ്റേ മയസ്തീനിയ ഗ്രവിസ് ആണല്ലേ. മയസ്തീനിയ ഗ്രവിസ് ഓർക്കാലോ. ഇറ്റ് ഈസ് ഇമ്മ്യൂണോളജിക്കൽ. സോ ഇമ്മ്യൂണോളജിക്കൽ ആൻഡ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ആദ്യം പറഞ്ഞ എൻഡോക്രൈനോപതിയുടെ എല്ലാം കാർസിനോമ ഓഫ് ദി ലങ്ങിലേക്കായിരിക്കും വരുന്നത്. ന്യൂറോളജിക്കൽ വരുമ്പം ബ്രോങ്കിയോജനിക് കാർസിനോമ. ഇവിടെ ചെറിയ വ്യത്യാസം വന്ന പോളിസൈത്തീമിയയ്ക്ക് റീനൽ ആണ്, ആൻഡ് ഹൈപ്പോഗ്ലൈസീമിയയ്ക്ക് ഫൈബ്രോ സാർക്കോമയാണ്. ഓക്കെ. ദെൻ ക്യൂട്ടേനിയസ് സിൻഡ്രോത്തിനകത്ത് അക്കാന്തോസിസ് നെഗ്രിക്കൻസ് ഉണ്ട്. അക്കാന്തോസിസ് നെഗ്രിക്കൻസ് ആയാലും ഡെർമറ്റോമയോസൈറ്റിസ് ആണെങ്കിലും എക്സ്ഫോളിയേറ്റീവ് ഡെർമറ്റൈറ്റിസ് എല്ലാം ഡെർമ റിലേറ്റഡ്, കാരണം ക്യൂട്ടേനിയസ് അല്ലേ, സ്കിൻ റിലേറ്റഡ് ആണ്. സോ ഓൾ ആർ ഇമ്മ്യൂണോളജിക്കൽ കോസാണ്. ആൻഡ് എല്ലാത്തിലും എന്തുണ്ട്? ബ്രോങ്കോജനിക്കാണ്, ലങ് കാർസിനോമ ഉണ്ട്. ദെൻ ഒന്ന് ലിംഫോമയാണ്. എക്സ്ഫോളിയേറ്റീവ് ഡെർമറ്റൈറ്റിസ് ലിംഫോമയാണ്, ബാക്കി രണ്ടും ലങ് റിലേറ്റഡ് ആണ്. ദെൻ ചേഞ്ചസ് ഇൻ ഓഷിയസ് ആർട്ടിക്കുലർ ആൻഡ് സോഫ്റ്റ് ടിഷ്യൂവിനകത്ത് ഹൈപ്പർട്രോഫിക് ഓസ്റ്റിയോ ആർത്രോപ്പതി ആൻഡ് ക്ലബിംഗ് ഓഫ് ദി ഫിംഗറിൻ്റെ കോസ് അൺനോൺ ആണ്, ബട്ട് ബ്രോങ്കിയോജനിക് കാർസിനോമ ഉണ്ടാക്കുന്നുണ്ട്. ദെൻ വാസ്കുലർ ആൻഡ് ഹെമറ്റോളജിക്കൽ സിൻഡ്രോം പറഞ്ഞപ്പോഴത്തേക്ക് വീനസ് വാസ്കുലർ അല്ലേ, അവിടെ ക്ലോട്ടിങ് ആയിരിക്കും ഇമ്പോർട്ടൻറ്റ്. വീനസ് ത്രോംബോസിസ് വരാണെങ്കിൽ ഇൻട്രവസ്കുലർ കയഗ്ലേഷൻ വരാം. സോ അതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് അസോസിയേറ്റഡ് ഫീച്ചേഴ്സും ഈ പ്രോകോയാഗുലർ സബ്സ്റ്റൻസ് വരെ ട്യൂമർ പ്രൊഡക്ട്സുമായിട്ട് ബന്ധപ്പെട്ടതും പറയാം. ദെൻ റീനലാണെങ്കിൽ നെഫ്രോട്ടിക് സിൻഡ്രോം ആയിരിക്കും. നെഫ്രോട്ടിക് സിൻഡ്രോം വേരിയസ് ക്യാൻസേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. ട്യൂമർ ആൻറ്റിജൻ ഇമ്മ്യൂൺ കോംപ്ലക്സ് ആർ ദി കോസസ്. അമൈലോഡോസിസ് എന്ന് പറയുമ്പോൾ പ്രൈമറി സെക്കൻഡറി. പ്രൈമറി ആണെങ്കിൽ AL പ്രോട്ടീനാണ്, മൾട്ടിപ്പിൾ മൈലോമ ആയിരിക്കും അസോസിയേറ്റഡ് ക്യാൻസർ. സെക്കൻഡറി അമൈലോഡ് എന്ന് പറയുമ്പോൾ AA പ്രോട്ടീനാണ്, റീനൽ സെൽ കാർസിനോമ അസോസിയേറ്റഡ് ക്യാൻസർ. സോ ദിസ് ഈസ് അബൌട്ട് ദി വീഡിയോ. Hope you like it. If you like, to like, share and subscribe. Thanks for watching.